ഹായ്, ഞാൻ ശ്രീലത. ഒരു ടോപ്പിൻ്റെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം ടോപ്പ് രണ്ടായി മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം സെൻറ്ററിൽ നിന്നും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നെക്ക് വിഡ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. ഇത് രണ്ടായി മടക്കിയിട്ടിരിക്കുന്നതായതുകൊണ്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇവിടെ സെൻറ്ററിൽ നിന്നും റൈറ്റിലേക്ക് 3 ഇഞ്ച് വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. താഴേക്ക് 3 ഇഞ്ച് ഡെപ്തും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് താഴെ നെക്ക് വിഡ്ത്തായ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതൊരു ബോക്സാക്കി മാറ്റുക. ഇത് ബോക്സാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് നെക്ക് വരയ്ക്കാം. നെക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ നെക്ക് ഡെപ്ത് അടയാളപ്പെടുത്തിയില്ലേ 3 ഇഞ്ച്, അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മാർക്ക് ചെയ്തിടത്തുനിന്നും താഴേക്ക് നമുക്ക് നെക്ക് വരയ്ക്കാം. ഇവിടെ ഒരു യൂനെക്കാണ് വരയ്ക്കുന്നത്. അത് വരച്ചതിന് ശേഷം 4 ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ നെക്കിന് ഇവിടെ ഞാൻ ക്രോസ് പീസാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു തുണി എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഇതുപോലെ കോണായിട്ട് വെച്ചിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ആവശ്യമുള്ള അത്രയും ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ കോൺ ആകൃതിയിലുള്ള ഭാഗമില്ലേ, അത് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം ഒരു പീസ് നേരെ വെച്ചതിന് ശേഷം അടുത്ത പീസ് ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഈ ചോക്ക് കൊണ്ട് വരയ്ക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ആ തയ്യൽ തുമ്പില്ലേ, അതൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ സൈഡിലൊക്കെ എന്തെങ്കിലും കയറ്റി ഇറക്കം ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ ക്രോസ് പീസ് നെക്കിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ക്രോസ് പീസിൻ്റെ ഒരു സൈഡൊന്ന് മടക്കിയടിക്കാം. നല്ല ഭാഗത്ത് നിന്നും ചീത്ത ഭാഗത്തേക്ക് മടക്കിയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നെക്കിൻ്റെ നല്ല ഭാഗവും ക്രോസ് പീസിൻ്റെ നല്ല ഭാഗവും കൂടി ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോ കട്ട് കൊടുക്കാം. ഇവിടെ ഈ ക്രോസ് പീസിൻ്റെ ഒരു ഭാഗം നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്തു, മറ്റേ ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ മടക്കി അടിച്ച ഭാഗം വീണ്ടും നെക്കിൻ്റെ ചീത്തവശത്തേക്കാക്കി മടക്കുക. കണ്ടോ? അപ്പോൾ മടക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. കണ്ടോ? സ്റ്റിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ നല്ല ഭാഗമാണ്. ചീത്ത ഭാഗം ഇതാണ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചീത്ത ഭാഗത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പം നമ്മൾ 2 തയ്യലാണ് കൊടുക്കുന്നത് മെഷീനിൽ. ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു, രണ്ടാമത് ഒന്നുകൂടി ഒന്ന് മടക്കി നെക്കിൻ്റെ ചീത്തവശത്തേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മടക്കി അടിക്കേണ്ടതുണ്ട്. ആ മടക്കി അടിക്കുന്നത് നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഹെമ്മിങ് ചെയ്യുന്നതിന് ഒറ്റ മടക്കായിട്ട് തന്നെയാണ് നൂലെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റിച്ച് തുടങ്ങുമ്പം കെട്ടിട്ടിട്ടാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ ആ കെട്ട് നമ്മൾ ആ മടക്കിയ ആ തുണിക്കകത്തേക്ക് ആക്കി വെച്ചിട്ട് വീണ്ടും സ്റ്റിച്ച് തുടങ്ങുക. കണ്ടോ? അപ്പം അത് നന്നായിട്ട് നിൽക്കുകയും ചെയ്യും, പൊട്ടിപ്പോവുകയും ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെ തയ്ക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഒരു 2-3 സ്റ്റിച്ച് വന്നു കഴിയുമ്പോൾ ഒന്ന് കെട്ടിടുക, പിന്നെ ഒരു 3 സ്റ്റിച്ച് നോർമൽ കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കെട്ടിടുക. അങ്ങനെ തന്നെ തയ്ച്ച് അത് കംപ്ലീറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
ഹെമ്മിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ചീത്തവശം വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.